ജനിപ്പിച്ചില്ല എനിക്ക് മാനക്കം ഉണ്ടാകുന്ന പണി ആര് ചെയ്താലും അത് മക്കളായാലും ചെറുത് അന്തയാലും ശരി അതാ ശീലം. മനസ്സിലായി. ഇനി അവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ കാണുന്ന കണ്ണും സംസാരിക്കുന്ന നാക്കും ഞാൻ കൃപാണം. അതെ, എനിക്ക് ഭ്രാന്താണ്. ഈ ഭ്രാന്തില്ലായിരുന്നെങ്കിൽ ഇക്കാണുന്ന സ്വത്തും പൊന്നും മുതലും ഒക്കെ ഉണ്ടാകുമായിരുന്നോ? എടീ, പെമ്പിള്ളേര് വീട്ടിലുണ്ടായാലേ അവർക്ക് നേരും നെറിയും പറഞ്ഞു തൊമ്മിച്ചിനെ തോപ്പിക്കാൻ സ്വന്തം വീട്ടിൽ പ്രഖ്യാപിച്ചിരിക്കും. ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ആള് കാണാൻ വന്നു പോടാ. കൃപാണം എനിക്ക് ഇഷ്ടായിട്ടാ. എനിക്ക് ഇഷ്ടായി. ഇവൻ ഒരുത്തൻ തറവാട്ടിലുണ്ടെങ്കിൽ പിന്നെ ചാവാൻ കാലത്ത് ചക്കപ്പുഴുക്കും കഞ്ഞും കുടിച്ച് കഴുക്കോലെണ്ണി കിടക്കുമ്പോഴും പടച്ച തമ്പുരാന്റെ നെഞ്ചത്ത് കേറിയിരിക്കുന്ന ഒരു സുഖം ഉണ്ടാവല്ലേ അപ്പച്ചൻകെട്ടിയെ? ഇതാണല്ലോ കുഴപ്പം. അപ്പോഴേക്ക് സ്കൂട്ടായി. സോറി ഇട്ടാ, ഒരു ആഗ്രഹം കൊണ്ട് ഇരുന്ന് പോയതാ. എന്താ അവിടെ അകത്തൊരു ബഹളം? അവള് സ്കൂളിൽ പോകാൻ കൂട്ടാക്കണല്ലേ? സാരില്ലെന്നേ, അതൊക്കെ ഇപ്പൊ ശരിയാക്കി തരാം. സൂസിയേ, എടി സൂസിയേ. വേണ്ട, ഒരു അങ്ങാടിപ്പട്ടി കയറി വന്ന് ഉപദേശിച്ചിട്ട് വേണ്ട. വീണ്ടും സ്കൂട്ടായി. എന്റെ പൊന്നപ്പച്ച. മോനെ, ആരാടാ നിന്റെ അപ്പച്ചൻ? അച്ഛൻ കണ്ണും തൊമ്മിച്ചന്റെ എച്ചു തിന്നാനുള്ള യോഗ്യത പോലില്ലാത്ത കൊടിച്ചിപ്പട്ടിക്ക് തന്തയാവാൻ തൊമ്മിച്ചനെ വേറെ മാമൂസ നോക്കണം. ഷഷ്ടിപൂർത്തിക്ക് ഒരുങ്ങി നിക്കണ ഈ പ്രായത്തിൽ ഒരു ജാതി ഷോ കാണിക്കണോ അപ്പച്ച? സ്നേഹം കൊണ്ട് പറയാ. കൈ എടുക്കപ്പച്ച. ഒന്നില്ലാന്നേ, ഞങ്ങള് തമ്മിൽ കണ്ടാ അങ്ങനെയാ, വെറുതെ കെട്ടിപ്പിടിക്കും. അതല്ലെങ്കിൽ നിങ്ങള് പറ, ഇവൾ എന്റെ കൂടെ ഒന്ന് പുറത്തു പോകുന്ന കാരണത്തിന് ഇങ്ങനെ ഇട്ട് പെരുമാറുന്ന തറവാടിത്താ? നിങ്ങളോട് എനിക്ക് ബഹുമാന. ആ സ്ഥാനത്ത് എന്നെ കാണുന്നത്. ഇവൾ എന്റെ പെങ്ങളായിട്ട് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോ. ഈ അഭ്യാസം ഇന്നത്തോടെ നിർത്തിക്കോണം. ഇല്ലെങ്കിൽ ക്രമം തെറ്റിയതിന്റെ തള്ളയുടെ ശവം കാണാൻ പോലും നീ ബാക്കി കാണുകയല്ല. ബാക്കി കാണും. ആ തള്ളയുടെ മയ്യത്ത് കാണാൻ ഹംസ ബാക്കി കാണും. അപ്പച്ചാ, വെറുതെ ഇട്ടിട്ടില്ലേ. ഔദാര്യം ഞണ്ണാനും അവകാശം മേടിക്കാനൊന്നല്ല ഹംസപ്പ ഉമർത്ത് കയറി വന്നത്. എന്റെ കൂടപ്പുറപ്പന്റെ കരച്ചിൽ കേട്ടിട്ടാ. ഞങ്ങൾ ഒരേ ചോരയാണെങ്കിൽ, ഇവൾക്ക് എന്നെ കാണുന്നത് ഇഷ്ടമാണെങ്കിൽ ഞങ്ങള് കാണും. ആ പേരും പറഞ്ഞ് ഇവളെ ആരെങ്കിലും തൊട്ടാ അത് വേണ്ട. നമ്മള് തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് അത് വേണ്ട. പോട്ടെ പോട്ടെടേ, പോട്ടെ. അച്ചങ്ങണ്ട അപ്പച്ച. അലമുണ്ടാക്കാൻ നിൽക്കാതെ പോടാ. രാമരക്കാടൻ പത്രോസേ, കമ്മട്ടം വെച്ച് കളിക്കില്ലേ? ഇത് പഞ്ചായത്ത് വേറെയാ, മാങ്ങണ്ടിയാൻ പൊട്ടിക്കും. അപ്പൊ അതാണ് കാര്യം. ഇമാര് ഉപ്പും ചാക്കുകളൊക്കെ ഇറക്കുമതി ചെയ്ത് സൂക്ഷ്കാന്തി കാണിക്കാനേ പരിപാടിയല്ലേ? നടക്കട്ടെ. എനിക്കിതൊക്കെ ഒരു ഹാരാ. എനിക്കെല്ലാം മനസ്സിലാവണ്ടിട്ടാ. പണ്ടാരടങ്ങി അവന്റെ മുമ്പിലേക്ക് എന്നെ കെട്ടിയെടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ബുദ്ധി വേണം, ബുദ്ധി. മുതലാളി ഇങ്ങനെ പേടിച്ചാലോ? അവൻ കാണട്ടെന്നേ. സത്യം പറഞ്ഞ അവനെ കണ്ടപ്പോഴേ എനിക്കൊരു ആവേശം. ചാകാനുള്ള ആവേശമായിരിക്കും. എടാ കാളയപ്പ, കഴിഞ്ഞ വർഷത്തെ ആണിപ്രയോഗം തന്നെ അവന് ചങ്കിക്കൊണ്ടതാ. അതിനിടയ്ക്ക് കാളപൂടിന് ഒരാഴ്ച മുമ്പ് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുമ്പോ അത് അടുത്തൊരു അള്ളുവെപ്പുള്ള വരവാണെന്നറിയാൻ സ്കൂളിൽ പോണോ? ഒരു കാര്യം ഞാനിപ്പോ പറയാം. പഴയ അടവ് വല്ലതുമാണ് പ്ലാനെങ്കിൽ കാളിയപ്പ, അവൻ നിന്റെ ആസ്ഥാനത്ത് ആണിയല്ല, പകരം സർവേക്കല്ല് കയറ്റു. അയ്യോ, പിന്നെ എനിക്കൊന്നും അറിയാൻ മേലത്തെ കർത്താവേ. അതൊക്കെ മുതലാളി കണ്ടോ? അവനെ അവന്റെ കാളക്കൂറ്റന്മാരെയും പൂട്ട് കണ്ടത്തിലിട്ട് വട്ടം കറക്കോയി കാളിയപ്പൻ. എന്റെ കർത്താവേ, തൊമ്മിച്ചന് കണ്ടകച്ച് ഞാനോ?
അയ്യോ എടി എടി ഭൂലോക സുന്ദരി പൂരം കണ്ടോണ്ട് നിൽക്കാതെ ഒഴിച്ചു കൊടുക്കടി. എടാ കാളിയപ്പ, നിനക്കവനെ ശരിക്കും അറിയാൻ മേലഞ്ഞിട്ടാ. ഈ കാളവൂട്ടിൽ ജയിക്കാനുള്ള വാശിയൊന്നും അവനില്ല. എന്നെ തോപ്പിക്കാനുള്ള ആവേശമേ ഉള്ളൂ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു വാസ്തവം പറയാം. നിനക്കിപ്പൊ ശത്രുക്കൾ രണ്ടാ. ജയിച്ച അവൻ, തോറ്റാൽ ഈ തൊമ്മിച്ചൻ. അതേതാണ്ടൊരു 3-3.5 തരം വരും. ചെകുത്താൻ വേണോ കടല് വേണോ എന്ന് നീ തീരുമാനിച്ചോ. ഇപ്പൊ ഇതെന്റെ പഞ്ചായത്താ. നിന്നെ പോലൊരു തന്തയ്ക്ക് പറക്കാത്തവനെ ഒതുക്കാൻ വേണ്ടി അലക്സ് ഇതിങ്ങ് വിലയ്ക്ക് വാങ്ങി. നിന്നെ ഒന്ന് ശരിക്കും പരിചയപ്പെടാൻ വേണ്ടി തന്നെയാടാ വിളിപ്പിച്ചത്. കണ്ടവന്മാരുടെയൊക്കെ എച്ചിൽ നക്കി വീർത്ത നിന്റെയും മാസിലൊക്കെ ഒന്ന് പദം വരുത്താൻ ഇടിച്ച്. എടാ മറ്റവന്റെ മോനെ, ഈ ഓണം കേറാൻ മൂലയിലെ ഊച്ചാളി ചെക്കന്മാരെ വിറപ്പിക്കാൻ വേണ്ടി പിരിച്ചു വെച്ചിരിക്കുന്ന ഈ 13 രോമം വെച്ച് അലക്സിനെ വെല്ലുവിളിച്ചാലുണ്ടല്ലോ, പിന്നെ നിന്റെ തെണ്ടിപ്പട്ടാളത്ത് നിന്നെ കാണണമെങ്കിൽ അങ്ങ് യമലോകത്തേക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരും. അച്ഛൻ കണ്ട തുമ്മിച്ചിന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ വിഹിതം പറ്റണം. അല്ലടാ നായിന്റെ മോനെ. ഒരു കാര്യം അലക്സ് അവസാനമായിട്ട് പറയാ, നിർത്തിക്കോ. ചന്ദ്രഹാസ വിളക്കി പിതൃത്വം സ്ഥാപിക്കാൻ നീ നടത്തുന്ന ഈ പ്രതികാര വിപ്ലവം ഇന്നത്തോടെ നിർത്തിക്കോ. ഇല്ലെങ്കിൽ ചങ്ങലക്കിട്ട് പൂട്ടിവെച്ചിരിക്കുന്ന ആ തേവിടിച്ച് തള്ളയും തന്തയ്ക്ക് പിറക്കാത്ത നിന്നെയും കൂട്ടിക്കെട്ടി പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. മനസ്സിലായോടാ കൊലയാടി മോനെ. എന്താടാ നിന്റെ നാക്കിറങ്ങിപ്പോയോ? അതോ ആ അഡ്വക്കേറ്റ് തേവിടിച്ച് പെണ്ണ് കൂടെ ഉണ്ടെന്ന ധൈര്യമോ? ഇല്ല, ഒരു മറ്റവളും ഈ രാത്രിയിലൂടെ വരില്ല. നേരം പുലരും വരെ നിന്റെ ഈ 5-10 ബ്ലാക്ക് ബോഡി കൊണ്ട് തലപ്പന്ത് കെട്ടി കളിക്കും ഈ അലക്സ്. ഹായ്. എന്റെ വക്കീലെ, എന്നെ ആരും തല്ലിയിട്ടൊന്നുമില്ല. പിന്നെ ഈ കാണുന്ന പാടെന്താ? ഇത് കഷ്ടപ്പാട്. ഞാനാ വെട്ടി. ഇതിനൊക്കെ വേഷം കെട്ടി നടക്കുന്ന എന്നെ വേണം പറയാൻ. എന്തിനാ എന്റെ വക്കീൽ ഇതിനൊക്കെ മെനക്കെടണേ? ഒരു ഭാഗത്ത് തല്ലാനും ആളുണ്ട്, മറുഭാഗത്ത് കൊള്ളാനും ആളുണ്ട്. പോലീസുകാരെ തല്ലുകൊള്ളണത് ഒരു ഹരാടി. കറക്റ്റ് സ്പോട്ടിലാ നിർത്തിയ. എനിക്കിവിടെ ഒരാളെ കാണാണ്ട്. അപ്പൊ നമുക്ക് പിന്നെ കാണട്ടാ. അപ്പൊ ശരി, ഫസ്റ്റ് ഗിയറിൽ പോയാ മതിട്ടാ. ഇങ്ങനെ ഒരു പാവം